എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ. നാം എല്ലാവരും മനുഷ്യരാണ്. പറയുന്നത് ഞാനും, കേൾക്കുന്നത് നിങ്ങളും മനുഷ്യരാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഈ ഒരു നറുക്കെടുപ്പ് തട്ടിപ്പാണെങ്കിൽ ഈ ഒരു വ്യക്തി വീട് തിരിച്ചു കൊടുക്കും, 2 മാസത്തിനുള്ളിൽ അവർ തിരിച്ചു കൊടുക്കും. പക്ഷേ എൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റി. ആ വ്യക്തി വീട് വേണ്ടെന്ന് വെച്ച് പറയും. പക്ഷേ ഇനി ഈ ഒരു വ്യക്തിക്ക് ആദ്യം തന്നെ പറയാൻ ആ നറുക്കെടുപ്പ് വരുന്ന സമയത്ത് ഫോൺ വിളിച്ച് പറയൂലേ, നിങ്ങളാണ് വിന്നർ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് തന്നെ പറയാൻ എനിക്കിത് താല്പര്യമില്ല, എനിക്ക് സ്വത്ത് മുതലെല്ലാം ഉണ്ട്, അതുകൊണ്ട് ആയിരിക്കും കൊടുക്കുമെന്ന് പറയാൻ. അവിടെ അത് സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, ഇയാൾക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ 20,000 10,000 എത്ര ഇയാൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, 10,000 ടിക്കറ്റ് എത്ര ഉദ്ദേശിക്കുന്നത്, ആ പൈസ അങ്ങനെ കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു വീടിൻ്റെ ഉടമ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീട് വെച്ചതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ടിക്കറ്റ് എടുത്തത് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എത്രയോ പ്രവാസികൾ വീടെന്ന സ്വപ്നം സഫലമാകാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ, നിങ്ങൾ ഈ വീടിൻ്റെ നറുക്കെടുപ്പ് ഒന്നുകൂടി നടത്തണം. ആ വീട്ടിന് മാത്രം, മറ്റുള്ളതെന്ന് ഞാൻ പറയല. പക്ഷേ ഈ ഒരു വീടിൻ്റെ നറുക്കെടുപ്പ് നിങ്ങൾ ഒന്നുകൂടി നടത്തണം. അപ്പോൾ നിങ്ങളെ ഭാഗം ക്ലിയർ ആവും. മനസ്സിലായില്ല? കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഈ വീട് കിട്ടാതെ എന്തായാലും ഒരു ന്യായം വേണ്ടേ? ഒരു ഉടമ വെച്ച് അതേ ഉടമക്ക് തന്നെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ, ഒരു വീട് നറുക്കെടുത്തിട്ട് ആ ഫസ്റ്റ് സമ്മാനം അത് അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുക. അതാ പിന്നെയും ഷാപ്പിൽ തന്നെയാണ് അടിക്കുന്നതെങ്കിൽ ഷാപ്പിനെ ഒഴിവാക്കുക. ഷാപ്പിന് ടിക്കറ്റ് ഒഴിവാക്കിയിട്ട് പിന്നെ വേറെ ടിക്കറ്റ് എടുക്കാം. മനസ്സിലായി? ഒരാൾക്ക് ആവശ്യമുള്ള ആളുകളാണ് ഇത്രയും ആൾ വീട് കിട്ടണമെന്നുള്ള സ്വപ്നത്തിലെടുത്തത്. പക്ഷേ കിട്ടിയ ആൾക്കാണെങ്കിൽ ആ സ്വപ്നം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഈ ഫസ്റ്റ് സമ്മാനത്തിന് മാത്രം നിങ്ങൾ നറുക്കെടുക്കണം. ആ ഒരു വിജയിക്ക് നിങ്ങൾ കൊടുക്കണം. അതായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ ബുദ്ധിമുട്ടിയിട്ട് ലോണിൽ മുങ്ങിയിട്ട് അതല്ലെങ്കിൽ കടം കയറിയിട്ടെല്ലാം വീട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വീട്ടിന് സ്ഥലത്തിന് വില വരാത്ത, ചിലപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണെന്നിട്ട് ആലോചിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. ഇതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും വിശ്വാസം കുറയും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഭാഗം ക്ലിയർ ആക്കണം. ഈ ഒരു നറുക്കെടുപ്പ് നടക്കുമ്പോഴേക്ക് ഏതൊരാൾക്കാരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളെ കമ്മിറ്റി, നിങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് ആരും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു പ്രമുഖ വ്യക്തി എടുക്കണം. അതായാലും ഒരു പ്രമുഖ വ്യക്തി, കുട്ടികളെ കൊണ്ടൊന്നും എടുപ്പിക്കാൻ പാടില്ല. കാരണം കുട്ടികളെ കൈ അടിക്കൊന്നും പോകാല്ല. കാരണം ഒരാൾ നറുക്കെടുക്കുമ്പോൾ അയാൾ ഇഷ്ടമാണ് മോളിൽ നടക്കണ അടിയിൽ നടക്കണമെന്ന്. അത് ആരും നമുക്ക് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ ആ സമയത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നുള്ളത്. മനസ്സിലായില്ലേ? ആ എടുത്ത സമയത്തിന്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സമ്മാനം നിങ്ങൾ ഒന്നുകൂടി നറുക്കെടുത്തില്ലെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ തട്ടിപ്പാണ്, കാരണം കിട്ടിയ ആൾ തിരിച്ചു കൊടുത്ത്. പക്ഷെ ഞാൻ 2 മാസമെല്ലാം വിചാരിച്ചു ഞാൻ അത്രയും സമയം. കാരണം ഓൾറെഡി ഇവിടെ ഒരു വിവാദം നടന്നുകൊണ്ടുള്ളതല്ലേ, ഇത്രയും പെട്ടെന്ന് കൊടുക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നന്മ നേരുന്നു. വേറൊന്നും പറയാനില്ലേ ഈ ഒരു കാര്യത്തിൽ വേറൊന്നും പറയാനില്ല. ഓക്കെ.